അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, 1000 ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ച ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ട്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന സി കോയക്കുട്ടി ഉസ്താദ്, പാലക്കാട് ജില്ലക്കാരനായ മഹാനായ ഉസ്താദ് അവറുകൾ 1000 ദിക്ർ ചൊല്ലി മരിച്ചതാണ്. നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ അവസാനത്തെ വാക്കായി ഒരു വട്ടമെങ്കിലും ചൊല്ലി മരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ദിക്ർ ഹൽക്ക കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി നടത്തി വന്നിരുന്ന മഹാനാണ് സി കോയക്കുട്ടി ഉസ്താദ്. ഒരുപാട് പള്ളികളിലും ഒരുപാട് സ്ഥാപനങ്ങളിലുമൊക്കെ സി കോയക്കുട്ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ ദിക്ർ ഹൽക്കകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും അത് നടത്തി വരുന്നുമുണ്ട്. മഹാന്മാരായ ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ വഴികളിലേക്ക് പ്രവേശിക്കാനും അതിൽ ഉയരാനും ഈ ദിക്ർ ഹൽക്കകൾ കാരണമായിട്ടുമുണ്ട്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുമ്പോൾ അതിൻ്റെ തൊട്ട സമയത്തൊക്കെ മഹാനവറുകൾ തൻ്റെ കുട്ടികളെയും പേരമക്കളെയും ഒക്കെ വിളിച്ചു ആ ഹൽക്ക അവിടെ നിന്ന് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിൽ 1000 ലാ ഇലാഹ ഇല്ലല്ലയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹൽക്കയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ട് ആ ദിക്റുകളെങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. നമുക്കൊക്കെ ഒരു ലാ ഇലാഹ ഇല്ലല്ലയെങ്കിലും ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ലഭ്യമാകാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ ഓരോ നേതാക്കന്മാരുടെയും വഫാത്ത് നമുക്ക് നൽകുന്ന പാഠമുണ്ട്. സമസ്തയിൽ പ്രവർത്തിച്ചാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഹത്തുക്കളായ സമസ്തയുടെ നേതൃത്വത്തിൽ നിന്നിരുന്നവരുടെ വഫാത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോയക്കുട്ടി ഉസ്താദിൻ്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. കോയക്കുട്ടി ഉസ്താദിൻ്റെ അനുസ്മരണം പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിച്ചതാണ്. ഉസ്താദ് ഒരാളിൽ നിന്ന് 1 രൂപ പോലും കടം വാങ്ങാത്ത ആളാണ് എന്നാണ്. കടം വാങ്ങിയാൽ ആ കടത്തോടുകൂടി മരണപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഉസ്താദിനെ കടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് അനുസ്മരണങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ഇങ്ങനെ അള്ളാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ട മഹാനാണ് കോയക്കുട്ടി ഉസ്താദ്.